നമസ്കാരം. ദിവസവും കൃത്യസമയത്ത് ഗുളികകൾ കഴിക്കാൻ മറന്നു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങളുടെ പരാജയഭീതി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ കേട്ടുള്ളൂ, വെറും ഒരു തീപ്പെട്ടിക്കുള്ളുടെ വലിപ്പമുള്ള ഈ ചെറിയ ഉപകരണം നിങ്ങളുടെ കയ്യിലെ തൊലിക്കടിയിൽ വയ്ക്കുകയാണെങ്കിൽ അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾ ഗർഭധാരണത്തെക്കുറിച്ച് ഓർത്ത് ഒട്ടും പേടിക്കേണ്ടി വരില്ല. 99% കൃത്യതയുള്ള ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ഗർഭനിരോധന മാർഗത്തെക്കുറിച്ചാണ്. ഗർഭനിരോധന ഇംപ്ലാന്റ് അഥവാ കോൺട്രാസെപ്റ്റീവ് ഇംപ്ലാന്റ്. പലപ്പോഴും ദമ്പതികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഗുളികകൾ കഴിക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഓരോ തവണയും മുൻകരുതലുകൾ എടുക്കുന്നതിലെ അപ്രായോഗികതയോ പലർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. ഇവിടെയാണ് ലോങ് ആക്ടിംഗ് മാർഗങ്ങളുടെ പ്രാധാന്യം. വെറും ഒരു തവണ മാത്രം ഇംപ്ലാന്റ് ചെയ്താൽ 3 വർഷം വരെ യാതൊരു ടെൻഷനുമില്ലാതെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഈ സാങ്കേതികതയെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. എന്താണ് കോൺട്രാസെപ്റ്റീവ് ഇംപ്ലാന്റ്? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പാർശ്വഫലങ്ങളുണ്ടോ? ഈ വീഡിയോയുടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. എന്താണ് ഈ കോൺട്രാസെപ്റ്റീവ് ഇംപ്ലാന്റ്? പലരും കരുതുന്നത് ഇത് വലിയൊരു ശസ്ത്രക്രിയയിലൂടെ വയ്ക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ സംഗതി അതല്ല. ഏകദേശം 4 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളുടെ അത്രമാത്രം വലിപ്പമുള്ള വളയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബാണിത്. ഇതിനുള്ളിൽ പ്രൊജസ്റ്റിൻ എന്ന ഹോർമോൺ അടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ കയ്യിലെ തൊലിക്കഴിയിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ ഹോർമോൺ രക്തത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് കയ്യിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പുറമെ നിന്ന് ആർക്കും കാണാൻ കഴിയില്ല എന്ന പ്രത്യേകതയുമുണ്ട്. നിങ്ങൾക്ക് അത് സ്പർശിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് എങ്ങനെയാണ് ഗർഭധാരണത്തെ തടയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും 3 പ്രവർത്തന രീതികളാണുള്ളത്. ഇത് അണ്ഡോൽപാദനം തടയുന്നു. സ്ത്രീ ശരീരത്തിൽ എല്ലാ മാസവും നടക്കുന്ന അണ്ഡോൽപാദന പ്രക്രിയ ഇത് തടയുന്നു. അണ്ഡമില്ലെങ്കിൽ ഗർഭധാരണത്തിനുള്ള സാധ്യതയുമില്ല. ഇത് ഗർഭപാത്രത്തിൻ്റെ കവാടത്തിലുള്ള ദ്രാവകം അഥവാ സെർവിക്കൽ മ്യൂക്കസിനെ കട്ടിയുള്ളതാക്കുന്നു. ഇത്തരത്തിൽ കട്ടിയാകുന്ന സെർവിക്കൽ മ്യൂക്കസ് ഒരു സ്വാഭാവികമായ മതിൽ പോലെ പ്രവർത്തിച്ച് പുരുഷ ബീജങ്ങൾക്ക് ഗർഭപാത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അതുപോലെ ഇത് ഗർഭപാത്രത്തിൻ്റെ പാളി നേർത്തതാകുന്നു. ഇതിലൂടെ ഒരുപക്ഷേ അണ്ഡോൽപാദനം നടന്നാൽ പോലും ഭ്രൂണത്തിന് വളരാൻ ആവശ്യമായ രീതിയിൽ ഗർഭപാത്രത്തിൻ്റെ പാളി ഒരുങ്ങുന്നത് ഇത് തടയുന്നു. ഇത് എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്ന് നോക്കാം. പലർക്കും പേടിയുള്ളൊരു ഭാഗമാണിത്. സത്യത്തിൽ ഇതൊരു വേദനയില്ലാത്ത പ്രക്രിയയാണ്. ആദ്യം നിങ്ങളുടെ നോൺ ഡോമിനൻറ്റ് അഥവാ താരതമ്യേന സ്വാധീനം കുറഞ്ഞ കയ്യിൽ, അതായത് നിങ്ങളൊരു വലങ്കൈയനാണെങ്കിൽ ഇടത്തെ കൈയിലും ഇനി ഇടങ്കൈയനാണെങ്കിൽ വലത്തെ കൈയിലും കൈമുട്ടിന് അല്പം മുകളിലായി മരുന്ന് നൽകി മരവിപ്പിക്കുന്നു. തുടർന്ന് ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കുന്ന അത്രയും ലളിതമായി ഡോക്ടർ ഈ ഇംപ്ലാന്റ് തൊലിക്കടിയിലേക്ക് നിക്ഷേപിക്കും. ഇതിനുശേഷം പ്രത്യേകിച്ച് സ്റ്റിച്ച് ഒന്നും ആവശ്യം വരുന്നില്ല. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇതിന് ആവശ്യമായി വരുന്നുള്ളൂ. ഇതിനുശേഷം ആ ഭാഗത്ത് ഒരു ബാൻഡേജ് ഇടും. ഇത് 2-3 ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റാവുന്നതാണ്. ഏതൊരു ഹോർമോൺ ചികിത്സയും പോലെ ഇതിനും ചില മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്താൻ സാധിക്കും. അതിലൊന്നാണ് ആർത്തവത്തിലെ മാറ്റങ്ങൾ. ഏറ്റവും പ്രധാനമായ മാറ്റം ആർത്തവ ചക്രത്തിലാണ്. ചിലർക്ക് ആർത്തവം പൂർണ്ണമായി നിലയ്ക്കാം. മറ്റു ചിലർക്ക് ചെറിയ തോതിലുള്ള സ്പോട്ടിംഗ് അനുഭവപ്പെടാം. ഇത് പേടിക്കേണ്ട ഒന്നില്ല. മറ്റു ലക്ഷണങ്ങൾ ചിലർക്ക് തുടക്കത്തിൽ നേരിയ തലവേദനയോ സ്ഥാനങ്ങളിൽ ഭാരമോ മൂഡ് മാറ്റങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ ഭൂരിഭാഗം പേരിലും 3 മാസത്തിനുള്ളിൽ ശരീരം ഇതുമായി പൊരുത്തപ്പെടും. പലരും ചോദിക്കാറുണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ തടി കൂടുമോ എന്ന്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് നേരിട്ട് തടി വർദ്ധിപ്പിക്കില്ല എന്നതാണ്.
പക്ഷേ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് ആർക്കൊക്കെ ആണ് അനുയോജ്യം എന്ന് നമുക്ക് നോക്കാം. 99% സുരക്ഷ ഉള്ള ഈ ഒരു മാർഗം മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണിത്. ഈസ്ട്രജൻ ഹോർമോൺ കലർന്ന മരുന്നുകൾ കഴിക്കാൻ പാടില്ലാത്തവർക്ക്, ഉദാഹരണത്തിന് മൈഗ്രെയിൻ ഉള്ളവർ, ഇത് ഉപയോഗിക്കാം. എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള ശേഷി തിരികെ ലഭിക്കുന്നു. പലർക്കുമുള്ള ചില സംശയങ്ങളുണ്ട്, നമുക്കതൊന്ന് നോക്കാം. സാധാരണ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് കയ്യിലിരുന്നാൽ പൊട്ടിപ്പോകുമോ എന്നത്. ഇല്ല എന്നാണ് ഉത്തരം. ഇത് വളരെ ഫ്ലെക്സിബിളാണ്. സാധാരണ വീഴ്ചകളോ അപകടങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കില്ല. മറ്റൊരു സംശയമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ തഴമ്പ് വരുമോ എന്നത്. ഇല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെയും ഉത്തരം. ഇത് തൊലിക്കടിയിലാണ് ഇരിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ യാതൊരു പാടും കാണുകയില്ല. പലരും ചോദിക്കാറുണ്ട്, കോൺട്രാസെപ്റ്റീവ് ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുങ്ങൾ വേണമെന്ന് തോന്നുമ്പോൾ പ്രയാസമാകുമോ എന്ന്. ഒരിക്കലുമില്ല. നിങ്ങൾ ഇംപ്ലാന്റ് നീക്കം ചെയ്യുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരം പഴയ രീതിയിലേക്ക് മടങ്ങും. നിങ്ങൾ ഗർഭനിരോധന ഗുളികൾ നിർത്തുന്നത് പോലെ തന്നെയാണിത്. ഇതിൻ്റെ ഹോർമോണുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നില്ല. മറ്റൊരു ചോദ്യം, 3 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറ്റണം. വേണമെങ്കിൽ അതേ സമയത്ത് തന്നെ പുതിയൊരെണ്ണം വയ്ക്കുകയും ചെയ്യാം. ഡോക്ടറെ കാണേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇംപ്ലാന്റ് വച്ച ഭാഗത്ത് കടുത്ത വേദന, ചുവപ്പ് നിറം അല്ലെങ്കിൽ പഴുപ്പ് കാണുക, നെഞ്ചുവേദന, ശ്വാസതടസ്സം, പെട്ടെന്ന് കടുത്ത തലവേദന, ചർമ്മത്തിലോ കണ്ണുകളിലോ മഞ്ഞ നിറം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ഗർഭനിരോധന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച് മാത്രം ഇത് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി, നമസ്കാരം.